ജീവിതത്തിലെ ഏതൊക്കെയോ അവസ്ഥകളായിരിക്കാം തെറ്റിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചത്. ആഗ്രഹം കൊണ്ടല്ല, എന്നാലും തെറ്റിൽ തന്നെയാണ് ജീവിതം തുടരുന്നത്. ഈ തെറ്റായ പ്രവൃത്തിയിൽ നിന്നും എനിക്കൊന്ന് രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹം പലവട്ടവും ഉണ്ടായി കാണുമായിരിക്കാം. സാഹചര്യങ്ങൾ അവളെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അനുവദിക്കാതെ ഇരുന്നു. സ്ത്രീയെ, നിന്റെ പാപങ്ങൾ ഞാൻ മോചിച്ചു തന്നിരിക്കുന്നു, ഇനി നീ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ് അവളെ യേശു കർത്താവ് വിടുവിക്കുവാനിടയായിത്തീർന്നു. സമൂഹം എപ്പോഴും കല്ലെറിയാനേ നോക്കുകയുള്ളൂ കേട്ടോ. എന്നാൽ സ്നേഹത്തിൻ്റെ തലോടലുമായി കർത്താവ് ഇപ്പോഴും സമീപമുണ്ട്. പുകഴാനോ പ്രശംസിപ്പാനോ നമുക്കൊന്നുമില്ല. ഞങ്ങളുടെ പുകഴ്ചയും പ്രശംസയും നമ്മുടെ കർത്താവാണ്. കർത്താവെ, നീ ഇല്ലായിരുന്നുവെങ്കിൽ, നീ സ്നേഹിച്ചില്ലായിരുന്നുവെങ്കിൽ, നീ എന്നെ കണ്ടില്ലായിരുന്നുവെങ്കിൽ, നീ എന്നെ വിളിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇവിടെ വരെ എത്തുകയില്ലായിരുന്നു. ജീവിതത്തിൽ ഞാൻ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ കർത്താവാണ്. സങ്കീർത്തനത്തിൽ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ. ആ ഒരു വാക്ക് എന്നെ പലപ്പോഴും ഒത്തിരി ചിന്തിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യൻ എതിർത്തപ്പോഴും പല പ്രശ്നം വന്നപ്പോഴും ഒക്കെ തകർന്നു പോകാമായിരുന്നു. യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ. ദൈവം നമ്മുടെ പക്ഷത്തുണ്ട് പ്രിയപ്പെട്ടവരെ. അതാണ് നമ്മുടെ ധൈര്യം. മുറുകെ പിടിക്കുക. കർത്താവ് സഹായിക്കും കേട്ടോ.